ശ്രീ റോണി കെ ബേബി, ഈ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രബല കക്ഷിയാണല്ലോ CPM. അപ്പോൾ CPM ഈ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ശരത് പവാറിൻ്റെ ഒരു നിലപാട് മാറ്റം നമ്മൾ കണ്ടതാണ്. RSS അങ്ങനെ ഭയപ്പെടേണ്ട സംഘടനയല്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശരത് പവാർ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ശരത് പവാറിനെ പോലുള്ളവർക്ക്, CPM-നെ പോലുള്ളവർക്ക് എല്ലാം ഈ വലിയ നയം മാറ്റേണ്ടി വരികയാണ്. ഈ BJP-യോടുള്ള, മോദിയോടുള്ള അന്ധമായ വിരോധം തീർക്കാൻ സമയമായി എന്ന് ഇന്ത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷിയും ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അവസാനം ഇന്ത്യ മുന്നണിക്ക് തന്നെ ഒരു ദിശാബോധം ഇല്ലാതാകുന്ന സ്ഥിതിയുണ്ടോ ഇപ്പോൾ? ഈ CPM-ന്റെ ഈ നിലപാടിനെ ഞാനൊരു നയമാറ്റമായി ഞാൻ കാണുന്നില്ല. ഇത് CPM എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രമായ മാർക്സിസത്തിന്റെ ആത്യന്തികമായ ഒരു അന്ത്യം. അത് ഇങ്ങനെ തന്നെ വരികയുള്ളൂ. ഇത് കാർൽ മാർക്സ് തന്നെ ആസ് ക്യാപിറ്റൽ 1848 എഴുതിയപ്പോൾ അദ്ദേഹം തന്നെ കൃത്യമായി തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പാണ്ഡ്യാല ഷാജിയൊക്കെ ചൂണ്ടിക്കാണിച്ച ആ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അതിൽ പറയുന്നുണ്ട് എവരി സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ്. എല്ലാ സിസ്റ്റം എന്ന് പറയുന്നത് അപൂർണമാണ്. ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് അത് ആത്യന്തികമായി ആ സിസ്റ്റത്തിന്റെ തന്നെ തകർച്ചയിലേക്ക് നയിക്കും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ സിസ്റ്റം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ അകത്ത് കഴിഞ്ഞ 50-60 വർഷമായിട്ടുണ്ടായിരുന്ന ഇതുപോലെയുള്ള ആന്തരിക സംഘർഷങ്ങൾ, ആന്തരിക സംഘർഷങ്ങളാണ് ഇപ്പോൾ ആത്യന്തികമായി ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത്. ആ സിസ്റ്റത്തിന്റെ തന്നെ തകർച്ചയിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. എന്താ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആന്തരിക സംഘർഷങ്ങൾ? ഒന്ന്, ഇവര് ന്യൂനപക്ഷ പ്രേമം ഒരുപാട് പ്രസംഗിച്ചുകൊണ്ട് ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ ഇവർ പ്രീണിപ്പിക്കുവാൻ ശ്രമിച്ചു. അതൊന്ന്. രണ്ട്, ഇവര് ദളിത് പിന്നോക്ക സ്നേഹം ഒരുപാട് പറഞ്ഞുകൊണ്ട് ഒരു ഭൂരിപക്ഷ വർഗീയതയോട് എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുവാൻ ശ്രമിച്ചു. രണ്ട്. മൂന്ന്, തൊഴിലാളി വർഗ സ്നേഹവും തൊഴിലാളി വർഗ പ്രേമവും പറഞ്ഞുകൊണ്ട് ഒരു മുതലാളിത്ത നയങ്ങളെ അവർ ആശ്ലേഷിക്കുവാനായിട്ടും സ്വാഗതം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആണ് ആത്യന്തികമായി പാർട്ടിയുടെ തകർച്ചയിലേക്ക്, നാശത്തിലേക്ക് നയിക്കുക. ഞാൻ എന്റെ ആദ്യ റൗണ്ട് പ്രസന്റേഷനിൽ പറഞ്ഞതുപോലെ ബംഗാളാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇവര് ഭൂരിപക്ഷ നേതൃത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അത് ബംഗാളിലാണെങ്കിൽ ജ്യോതി ബാസു, സോമനാഥ് ചാറ്റർജി, ബുദ്ധദേവ് ഭട്ടാചാര്യ, ത്രിപുരയിലാണെങ്കിൽ ധ്രുവ ചക്രവർത്തി, കേരളത്തിലാണെങ്കിൽ സാക്ഷാൽ EMS, EK നായന തുടങ്ങിയ സവർണ ലോബികളെ. അതുകൊണ്ടാണ് ഇതുവരെ CPM-ല് ഒരു ദളിത് പിന്നോക്ക അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ടാകാതെ പോയത്. പോളിറ്റ് ബ്യൂറോയിൽ പോലും ഇവര് വല്ലാണ്ട് ദളിത് പിന്നോക്ക സ്നേഹം പറയുമ്പോൾ എത്ര ദളിതര് ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ട് എന്ന് നമ്മൾ മക്ഷയിട്ട് നോക്കിയാൽ പോലും കാണാൻ വേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇവര് പുറമേ ഒന്ന് പറയുകയും അകത്ത് ഇവര് മറ്റൊന്നായിരുന്നു എന്നുള്ള ആ ആത്യന്തികമായിട്ടുള്ള ആ പറയുന്ന തകർച്ചയിലേക്കാണ് ഇപ്പോൾ CPM പോകുന്നത്. കാരണം നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിക്കകത്ത് ഒരു ഇന്റേണൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് സീതാറാം യെച്ചൂരി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ശക്തമായി നിന്നിരുന്ന സീതാറാം യെച്ചൂരി, അതിനെതിരെ നിന്ന പ്രകാശ് കാരാട്ട്, അന്ന് തന്നെ 10 വർഷം മുമ്പ് തന്നെ അന്ന് പ്രകാശ് കാരാട്ട് എഴുതിയ ഒരു ലേഖനം, ഇന്ത്യയിലെ പ്രമുഖമായ ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പ്രകാശ് കാരാട്ട് അന്ന് നിലപാട്, അന്ന് CPM അതിശക്തമായി ഈ പറയുന്ന മോദി ഫാസിസ്റ്റ് ഭരണകൂടമാണ്, ഫാസിസ്റ്റ് ആധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ഈ പറയുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ ഇതിനെ തുറക്കം വയ്ക്കാൻ വേണ്ടി പ്രകാശ് കാരാട്ട് എഴുതിയ ഒരു ലേഖനം വലിയ ചർച്ചയായിരുന്നു, ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല എന്ന്. പക്ഷെ ഇപ്പോൾ ഈ 2 മോദി സർക്കാരുകൾ കഴിഞ്ഞ് 3ാം മോദി സർക്കാരിലേക്ക് എത്തിയപ്പോഴാണോ അവര് 22-23 പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞു, ഈ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് BJP ആണ്, ഇന്ത്യയിൽ ഫാസിസം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ കൃത്യമായ നിലപാട് മാറ്റിയത്. ഇനി അവരുടെ അവശേഷിക്കുന്ന തുരുത്ത എന്ന് പറയുന്നത് കേരളം. കാരണം കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, അവര് നടത്തിയ അവരുടെ നിലപാട് അല്ല അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പാലസ്തീൻ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പോൾ പാർട്ടി തന്നെ തുറന്നു അവരുടെ സംസ്ഥാന രേഖയിൽ, സംസ്ഥാന സമിതിയുടെ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു, ഈ ന്യൂനപക്ഷ സ്നേഹം വല്ലാണ്ട് പറഞ്ഞത് കൊണ്ട് നമ്മുടെ കോർ വോട്ട് ബാങ്ക്, CPM-ന്റെ കോർ വോട്ട് ബാങ്ക് എന്നത് ഭൂരിപക്ഷ വോട്ടുകളാണ്, ഇത് ചോർന്നുപോയി. അതുകൊണ്ടാണ് പുന്നപ്ര വയലാർ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു കാലത്ത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. പുന്നപ്ര വയലാർ പോലും രക്തസാക്ഷികളുടെ ചുണ്ടുനിടം വീണ് വളർന്ന ആ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും, അവിടെ മാത്രമല്ല കയ്യൂരും കരിവള്ളൂരും ഒക്കെ അത് സംഭവിച്ചു. അതെ, അത് തന്നെയാണ്. അത് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ ഭൂരിപക്ഷ വോട്ട്, കാരണം പറഞ്ഞല്ലോ
CPM ന്യൂനപക്ഷ സ്നേഹം പറയുമ്പോഴും അത് ബംഗാൾ ആയിക്കോട്ടെ, ത്രിപുര ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, അവരുടെ കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഭൂരിപക്ഷ വോട്ടായിരുന്നു. ആ ഭൂരിപക്ഷ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കി. അപ്പോൾ എന്താ അവർക്ക് മനസ്സിലായി? ഇപ്പൊ ഇനി എന്താ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ, ഇത്രയും കോൺഗ്രസിനെ അവർ വിമർശിച്ചു, കോൺഗ്രസ് ഒരു മൃദുഹിന്ദുത്വ പാർട്ടിയായിരുന്നു എന്ന്. അപ്പോൾ വളരെ കൃത്യമായി പറയേണ്ടിയിരിക്കുന്ന ഒരു മൃദുഹിന്ദുത്വ പാർട്ടിയായി CPM മാറുകയാണ്. അതിന്റെയുള്ള പ്രഖ്യാപനമാണ് ഈ പറയുന്ന അവരുടെ ഈ പറയുന്ന കന്നഡ രാഷ്ട്രീയത്തിന്റെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ LDF-ന്റെ വക്താവായി വരുന്ന സതീഷ് മിശ്രയൊക്കെ ഇങ്ങനെ പറയാമോ? അദ്ദേഹം പറയുന്നത് BJP ഒരുപാട് മാറി. കാരണം BJP-യും RSS-ഉം ഉയർത്തിക്കൊണ്ടുവന്ന് ആ നിലപാടുകൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏറ്റവും അവസാനം കണ്ടു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നിയമിക്കുന്ന വിഷയത്തെ നമ്മൾ കണ്ടു. ഭരണഘടനയെ മാറ്റിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഈ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക രേഖയിൽ തന്നെ പറയുന്നു കോർപ്പറേറ്റുകൾ ഒരുപാട് ഈ രാജ്യത്ത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അല്ല പ്രൊഫസർ റോണിക്ക് ബേബി, അങ്ങ് പറഞ്ഞതിൽ അത് അങ്ങനെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനമൊക്കെ സോണിയയുടെ കാലത്ത് സോണിയെ നേരിട്ട് നിയമിച്ച സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷമൊന്നും തൽക്കാലം രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്നതുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് താങ്കൾ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ CPM-ന്റെ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം എന്നതാണ്.